ബി ഉണ്ണികൃഷ്ണനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, സ്വാഭാവികമായും ഈ ആവശ്യങ്ങളൊക്കെ ജെന്യുവിനാണ്. ഇപ്പോൾ മുകേഷിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ശരി, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണന്റെ കാര്യം വിനയൻ പറയുന്നത് നോക്കുകയാണെങ്കിലും ശരിയാണ്. കാരണം ഒരിടത്ത് തൊഴിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. തൊഴിലിടത്ത് ഒരു ബഹിഷ്കരണം പോലെ നേരിട്ടതാണ്. അതുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ പിഴ ശിക്ഷ വരെ ഈടാക്കിയതാണ്. മറുഭാഗത്ത് ആരോപണ വിധേയനാണ് മുകേഷ്. അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ പലതാണ്. പക്ഷേ പല കേസുകളും ജെന്യുവിനാണ്. ഇതിൽ ഒരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കുമായി ഇവരെയൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ടോ? ആര്യ, ഇവിടെ ഒരു ധാർമ്മിക പ്രശ്നമാണ് വിനയൻ ഉയർത്തുന്നത്. അതായത് തൊഴിൽ നിഷേധത്തിനെതിരെ ഇന്ത്യയിലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഒരു പിഴ ശിക്ഷ വിധിച്ചു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പിഴ ശിക്ഷ വിധിച്ചയാളാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ സുപ്രീം കോടതി വരെ പോയിരുന്നു. സുപ്രീം കോടതി ആ ഉത്തരവ് ശരിവെക്കുകയാണ് ചെയ്തത്. അതായത് സുപ്രീം കോടതിയുടെ മുന്നിൽ ആ വിധി ശരിവെക്കുകയും ഇവർ പിഴ അടയ്ക്കണമെന്ന വിധി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ കുറ്റക്കാരനായ ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു തൊഴിൽ നിഷേധത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇന്ത്യയിലെ നീതിപീഠം വിധിച്ച ഒരാൾ, ആ വ്യക്തി എങ്ങനെ സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ അംഗമായി ഇരിക്കും? ആ ഒരു ധാർമ്മികമായ ചോദ്യമാണ് വിനയൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിന് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരും. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഈ നയരൂപീകരണ സമിതി അടക്കം വന്നിരിക്കുന്നത്.